ഒന്നാമത്തെ ഭാഗം നമ്മൾ ധൃതി വെക്കാൻ പാടില്ല, തിരക്ക് കൂട്ടാൻ പാടില്ല. അതേപോലെ തന്നെ ഹിഫ്ളാക്കാൻ വേണ്ടി പാരായണം ചെയ്യുന്ന എണ്ണത്തിൽ ഒരിക്കലും കുറവ് സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ ഓതിയാണ് ഹിഫ്ളാക്കേണ്ടത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പിന്നീട് കാണാതെ ഓതുന്നതിനേക്കാൾ കൂടുതൽ നോക്കി ഓതുന്നത് വളരെയധികം ഫലം ചെയ്യും. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് കാണാതെ ആണ് കൂടുതൽ ഓതേണ്ടത് എന്നാണ്. കാണാതെ കൂടുതൽ ഓതുന്നത് നല്ലത് തന്നെ, പക്ഷെ അതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ ഹിഫ്ളാക്കിയതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഹിഫ്ളാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ മുസ്ഹഫിൽ നോക്കിക്കൊണ്ടും ധാരാളമായി ഓതണം. കാരണം നമ്മളൊരു കാര്യം കൂടുതൽ കാണുന്നതനുസരിച്ച് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അത് ഭൗതികമായ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, നമ്മൾ കൂടുതൽ കാണുന്നതിനെയാണ് നമ്മൾ കൂടുതൽ ഓർത്തു വെക്കുന്നത്, നമ്മൾ കുറച്ച് കാണുന്നതിനെ നമ്മൾ കുറച്ചേ ഓർക്കുന്നുള്ളൂ. എന്നതുപോലെ മുസ്ഹഫിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ആയത്തും അത് മുസ്ഹഫിൽ ഏത് ഭാഗത്താണ് ഉള്ളത്, അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിൽ പതിയുമ്പോൾ അത് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് കാണാതെ ഓതുന്ന അത്രയോ അതിനേക്കാൾ കൂടുതലോ നോക്കി ഓതാനും കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.